ഒരു കാമഭ്രാന്തന്റെ ഇരയാകേണ്ടി വന്ന വീട്ടമ്മ, കൊല്ലപ്പെടേണ്ടവളാണെന്ന് സ്വന്തം ഭാര്യയെക്കുറിച്ച് കൂസലില്ലാതെ പറയുന്ന കൊടും ക്രിമിനൽ, കൊന്ന് കൊക്കയിൽ തള്ളിയ ശേഷം മൈസൂർ ദസറ കാണാൻ പോയത് ഇറാനിയൻ യുവതിക്കൊപ്പം. പരസ്ത്രീ ബന്ധം തൊഴിലാക്കി മാറ്റിയ ഭർത്താവ് സ്വദേശത്തും വിദേശത്തുമായി നിരവധി സ്ത്രീകളുമായി അവിശുദ്ധ കൂട്ടുകെട്ട്. ഏറെ ഇഷ്ടം വിദേശ സ്ത്രീകളെ. IT പ്രൊഫഷണലായ സാം MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സും പഠിച്ചിരുന്നു. ഇറാനിയൻ യുവതിയെ ഇവിടെ വെച്ചാണ് സഹപാഠിയായി ലഭിക്കുന്നത്. സ്കോളർഷിപ്പ് സംഘടിപ്പിച്ച് തരാമെന്ന വാഗ്ദാനത്തിൽ വീഴ്ത്തിയാണ് ഇറാനിയൻ യുവതിയുമായി സൗഹൃദത്തിലായത്. യോഗ പരിശീലനത്തിനായി MG യൂണിവേഴ്സിറ്റിയിൽ എത്തിയതാണ് വിദേശ വനിത. താൻ അവിവാഹിതനാണെന്നാണ് സാം ഇറാനിയൻ യുവതിയോട് പറഞ്ഞത്. സാമിനും ജെസിക്കും ചേർന്ന് രത്നഗിരിയിൽ വീടും സ്ഥലവുമുണ്ട്. എന്നാൽ കഴിഞ്ഞ 15 വർഷമായി ഇരുനില വീടിന്റെ താഴെയും മുകളിലുമായാണ് ഇവർ താമസിച്ചിരുന്നത്. ഗോവയിലും കോവളത്തും സാമിന് ഫ്ളാറ്റുകൾ വേറെയുമുണ്ട്. നിരവധി സ്ത്രീകളുമായി ഇയാൾക്കുള്ള വഴിവിട്ട ബന്ധത്തെ ഭാര്യ ജെസി ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ പേരിൽ നിരന്തരം വഴക്കും നടക്കാറുണ്ടായിരുന്നു. ഒരു തരത്തിലും ഒത്തുപോകാൻ സാധിക്കാതെ വന്നപ്പോഴാണ് രണ്ടുപേരും മാറി താമസിക്കാൻ തുടങ്ങിയത്. ഭാര്യയായ ജെസിയുടെ മുമ്പിൽ കൂടെയാണ് മറ്റ് സ്ത്രീകളെ സാം തന്റെ മുറിയിലേക്ക് കൊണ്ടുപോകാറുള്ളത്. എന്നാൽ തന്റെ ഭാര്യയാണതെന്ന് അവരോട് ആരോടും ഇയാൾ പറഞ്ഞിരുന്നില്ല. സാം ആദ്യം ഒരു വിവാഹം കഴിച്ച വ്യക്തിയാണ്. ആ ബന്ധം അധിക നാൾ നീണ്ടു നിന്നില്ല. അതിനുശേഷം ബംഗളൂരുവിൽ വെച്ചാണ് ജെസിയെ കാണുന്നതും വിവാഹം കഴിക്കുന്നതും. ആദ്യത്തെ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട്. ജെസിക്കും 2 കുട്ടികളുണ്ട്. ഇവർ 3 പേരും വിദേശത്താണ് താമസം. പട്ടിത്താനം രത്നഗിരി സെന്റ് തോമസ് പള്ളിക്ക് സമീപമാണ് ഇവരുടെ ഇപ്പോഴത്തെ വീട്. സ്ത്രീ ശരീരത്തോടുള്ള അമിത കാമാസക്തിയുള്ള വ്യക്തിയാണ് സാം. അതിന്റെ പേരിലാണ് കുടുംബജീവിതം പോലും താളം തെറ്റിയിരുന്നത്. ഇയാളുടെ പരസ്ത്രീ ബന്ധത്തെ ചൊല്ലി എപ്പോഴും വഴക്കുണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം, അതായത് സെപ്റ്റംബർ 26-ന് രാത്രി കാണക്കാരിയിലെ വീടിന്റെ സിറ്റൗട്ടിൽ വെച്ച് ഇവർ തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടാകുന്നു. തുടർന്ന് അക്രമാസക്തനായ സാം തന്റെ കയ്യിലുണ്ടായിരുന്ന മുളക് സ്പ്രേ ജെസിക്ക് നേരെ പ്രയോഗിക്കുന്നു. തുടർന്ന് ജെസിയെ വലിച്ചിഴച്ച് കിടപ്പുമുറിയിലെത്തിക്കുന്നു. തോർത്തുപയോഗിച്ച് മൂക്കും വായും അമർത്തിപ്പിടിച്ച് മരണമുറപ്പിക്കുന്നതുവരെ സാം അങ്ങനെ തന്നെ തുടർന്നു. ഇതിനിടയിൽ ജെസി സാമിന്റെ കൈ കടിച്ചു മുറിച്ചിരുന്നു. തുടർന്ന് മൃതദേഹം തന്റെ കാറിന്റെ ഡിക്കിയിൽ കയറ്റി രാത്രി 1 മണിക്ക് ശേഷം ചെപ്പുകുളം എന്ന സ്ഥലത്തെ കൊക്കയിലെറിഞ്ഞു. ഇറാനിയൻ യുവതിയെ അതിനുശേഷം കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി മൈസൂരിലേക്കും കടന്നു. കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെപ്പുകുളം സാം സന്ദർശിച്ചിരുന്നു. സന്ദർശകരുടെ ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടം. അതിനാൽ തന്നെ രാത്രി വൈകിയും ഇവിടെ സന്ദർശകർ എത്താറുണ്ട്. അത് മനസ്സിലാക്കിയ സാം മൃതദേഹം കൊക്കയിൽ തള്ളാൻ രാത്രി 1 മണി തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് ബംഗളൂരുവിലേക്ക് കടക്കാൻ ഇറാനിയൻ യുവതിയെ സാം വിളിച്ചു വരുത്തുന്നത്. തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് യുവതിയോട് പറഞ്ഞിരുന്നുവെങ്കിലും എന്തിനാണെന്ന ചോദ്യത്തിന് മറുപടി ലഭിച്ചില്ലെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. സെപ്റ്റംബർ 26-നാണ് കാണക്കാരി കപ്പടക്കുന്നേൽ വീട്ടിൽ ജെസി സാമിനെ വീട്ടിൽ നിന്നും കാണാതായത്. വിദേശത്തുള്ള മക്കൾ എല്ലാ ദിവസവും ജെസിയെ ഫോണിൽ വിളിക്കാറുള്ളതാണ്. 26-നും ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നു. 29-ന് ജെസിയുടെ മക്കൾ സുഹൃത്തുക്കളോട് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ജെസിയുടെ മക്കളുടെ സുഹൃത്തുക്കൾ നടത്തിയ അന്വേഷണത്തിൽ ജെസിയെ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് അവർ പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ സാമിനെയാണ് സംശയിച്ചിരുന്നത്. അതോടുകൂടി സാമിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനാവാതെ അവസാനം ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. സെപ്റ്റംബർ 26-ന് സാം ജോർജ് ജെസിയെ കാണക്കാരി വീട്ടിൽ വെച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു. ശേഷം തന്റെ കാറിൽ മൃതദേഹം തൊടുപുഴയ്ക്കടുത്തുള്ള ചെപ്പുകുളം കൊക്കയിൽ തള്ളുകയായിരുന്നു എന്ന് പോലീസിന് മൊഴി നൽകി.
സാമിന്റെ മൊഴി അനുസരിച്ച് ചെപ്പുകുളത്തെത്തി പോലീസ് നടത്തിയ പരിശോധനയിൽ 30 അടിയോളം താഴ്ചയുള്ള സ്ഥലത്ത് നിന്ന് ജെസിയുടെ മൃതദേഹം കണ്ടെടുത്തു. പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തതിന് തന്റെ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ സാമിനെ നിയമപാലകരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായില്ല. മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രധാന തെളിവായ ജെസിയുടെ 2 ഫോണുകളും കൊലപാതക ശേഷം MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പാറക്കുളത്തിൽ സാം എറിഞ്ഞിരുന്നു. മുങ്ങൽ വിദഗ്ധരുടെ പരിശോധനയിൽ ചൊവ്വാഴ്ച തന്നെ ഫോൺ കണ്ടെത്തി. മുളക് സ്പ്രേ ബോട്ടിലും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സാമിനെ പൂട്ടാനുള്ള സകല തെളിവുകളും കേരള പോലീസ് ശേഖരിക്കുന്നുണ്ട്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അവൾ കൊല്ലപ്പെടേണ്ടവളാണെന്ന സാമിന്റെ കൂസലില്ലായ്മയിൽ നിന്നും ഒരു ക്രിമിനലിന്റെ മാനസിക ചിന്താഗതിയും പകയും മനസ്സിലാക്കാവുന്നതാണ്. സാമിന്റെ വനിതാ സുഹൃത്തുക്കളെ കുറിച്ചുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിദേശ വനിതകളാണ് സാമിന്റെ ഏറ്റവും കൂടുതൽ അടുപ്പക്കാർ. അതും വിയറ്റ്നാം, ഫിലിപ്പൈൻസ്, ഇറാൻ, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളായി നീണ്ടുകിടക്കുന്നു പരസ്ത്രീ ബന്ധം. വിദേശ വനിതകളിൽ ചിലർ കാണക്കാരിയിലെ വീട്ടിൽ എത്തുകയും ദിവസങ്ങളോളം താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും ജെസിയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഇത്തരം ആഭാസത്തരം നടന്നത്. അതിന്റെ പേരിൽ വഴക്കും പതിവാണ്. ഈ വഴക്ക് കണ്ടിട്ടുള്ള വനിതാ സുഹൃത്തുക്കളിൽ ചിലരൊക്കെ സത്യം മനസ്സിലാക്കി സാമിനെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. ചിലരെ കാണാതായിട്ടുമുണ്ട്. അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നതും പോലീസിന് മുമ്പിൽ ചോദ്യചിഹ്നങ്ങളാണ്. ആദ്യ ഭാര്യ കുഞ്ഞിനെ തന്നെ ഏൽപ്പിച്ച് മറ്റെവിടെയോ താമസിക്കുന്നു എന്ന സാമിന്റെ മൊഴിയും ദുരൂഹമാണ്. അതും അന്വേഷണ വിധേയമാണ്. പരസ്ത്രീ ബന്ധം എതിർത്ത ഒരു പാവം വീട്ടമ്മയുടെ, അതും സ്വന്തം ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ തീരുമാനിക്കണമെങ്കിൽ അത്രയും ക്രൂര മനസ്സിനുടമയാവണം സാം ജോർജ്. നിയമം അനുശാസിക്കുന്ന വിധി കാത്തിരിക്കുന്ന ജനങ്ങൾ പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിൽ കുറ്റവാളിയെ കണ്ടെത്തുമ്പോൾ ആശ്വസിക്കാം. തെറ്റുകൾ ആവർത്തിച്ചാൽ ഒരു നാൾ പിടിവീഴും. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കെ ആർ.